എത്ര നല്ല മനുഷ്യനാ ഈ ഗഫൂർക്ക. പറച്ചോനെ, ആകാശത്തോട് പറക്കുന്ന വല്ല വിമാനവും നമ്മളെ തലയിൽ മുക്കുവോ? അതിനൊരു പണിയുണ്ട്. എന്റെ പഠിച്ചോനെ, ഇങ്ങനെയുണ്ടോ ഒരു മനുഷ്യൻ? അതെ, സൂറാബിയുടെ ചോദ്യം ശരിയാണ്. ഇങ്ങനെയുണ്ടോ ഒരു മനുഷ്യൻ? അധികമായാൽ അമൃതും വിഷമാണ് എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? ഇവിടെയും അതാണ് പ്രശ്നം. മൂപ്പരെ പറ്റി പറയുകയാണെങ്കിൽ വല്ലാത്ത ശ്രദ്ധയാണെന്ന്. നിങ്ങള് കണ്ടില്ലേ ഗഫൂർക്ക് ഇവിടുന്ന് ഇറങ്ങിപ്പോയ പോക്ക്? മൂപ്പര് ചന്ദ്രനിലേക്കോ ചൊവ്വയിലേക്കോ ഒന്നും പോയതല്ല, പീടികയില് പച്ചമുളകും തക്കാളിയും വാങ്ങാൻ പോയതാണ്. പക്ഷെ അങ്ങനെ പോവുള്ളൂ. ഷൂസ് ഇട്ടിട്ടില്ലെങ്കിൽ പാമ്പ് കടിക്കും, കണ്ണട വെച്ചില്ലെങ്കിൽ കണ്ണില് പൊടി പോകും, തൊപ്പി വെച്ചില്ലെങ്കിലോ മോന്ത കരുവാളിക്കൂ. ഇതൊക്കെയാണ് മൂപ്പര വർത്താനം. ബസ്സില് മൂപ്പര് കേറൂല, ബസ്സിൽ നല്ല ഒരു വാഹനത്തിലും കേറൂല. അപകടം ഉണ്ടാകുന്നാണ് പറയാ. ഇതിന് ഭ്രാന്തെന്നല്ലാതെ എന്താണ് ഞാൻ പറയണ്ടേ? ഇതാണ് ഗഫൂർ. ഏത് സമയവും എന്തപകടവും പ്രതീക്ഷിക്കാവുന്ന ഇന്നത്തെ അവസ്ഥയിൽ അതീവ ശ്രദ്ധയോടെ അപകടങ്ങളെ മാറ്റി നിർത്തി ജീവിക്കാൻ ശ്രമിക്കുന്ന ഒരാൾ. ഗഫൂർക്ക, ടൗണിലേക്കാണ് കേറിക്കോളി. ഗഫൂർ അധികം സംസാരിക്കാറില്ല. സംസാരിക്കുമ്പോൾ എനർജി നഷ്ടപ്പെടും എന്നതാണ് കാരണം. മണിക്കൂർ 2 ആ മനുഷ്യൻ പീടിയെ പോയിട്ട് 5 മിനിറ്റ് കൊണ്ട് പോയി വരാവുന്ന ദൂരേ ഉള്ളൂ. വരുന്നുണ്ട്. ഇതാണ് പറഞ്ഞത്, വരാനുള്ളത് വൈകി തങ്ങൂലെന്ന്. തേങ്ങ നെറുകൻ തലേ തന്നെ വീണ് പഹന്റെ.